ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു ചെറിയ യാത്ര പോകണം കേട്ടോ. കാലിക്കറ്റിനാണ്. അത് ബൈക്കിനല്ല, ട്രെയിനാണ്. ഇപ്പോൾ സമയം 4:30 ആകുന്നു. നമ്മളൊരു യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, ഇന്ന് തൊട്ട് നമ്മൾ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. എത്രത്തോളം നന്നായിട്ട് വരും എന്നെനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണം. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കാലിക്കറ്റ് കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഓക്കെ, അതാ ഗൈസ്, നമ്മുടെ ഓട്ടോ എത്തി. അങ്ങനെ ഒന്നും പറയണ്ട ഗൈസ്, ട്രെയിൻ ലേറ്റ്. രാവിലെ 3:30 എണീറ്റ് റെഡിയായൊക്കെ വന്ന് ഓടിപ്പടച്ച് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ ലേറ്റാണ്. അത് 3.25 മണിക്കൂർ. ഇനി 8:45 ട്രെയിനുള്ളൂ. കട്ട പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അന്യായ പോസ്റ്റ്. ഇനിയിപ്പോൾ നമുക്കിവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ 8:54 ട്രെയിനിൽ കയറി. ഇനി ഇവിടുന്ന് 11:45 കോഴിക്കോട് ടൈം കാണിക്കുന്നത്. ഈ ട്രെയിൻ യാത്രയിൽ ഏറ്റവും കൂടുതൽ മടുപ്പ് ഈ ലേറ്റായിട്ട് വരുന്നത് കൂടാതെ പിന്നെ പിടിച്ചിട്ട് പോകുന്നതാണ്. എത്ര നേരമായിട്ട് പോസ്റ്റ് പറയും, വട്ടാവുന്നു. ഇവിടെ ഇത് പിടിച്ചിട്ടിട്ട് ഇപ്പം 4ാമത്തെ ട്രെയിനാണ് പോകുന്നത്. ഇനിയെങ്കിലും എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എടുത്ത് അനങ്ങി തുടങ്ങി. നോക്കി, രാവിലെ 8:30 എത്തേണ്ട ട്രെയിൻ അത് പിന്നെ 11:45. ഇപ്പത് 12:52. ഇനിയും പിടിച്ചിട്ട് ലേറ്റാവുമെന്ന് ആർക്കറിയാം. തിരിച്ചാണെങ്കിൽ 1:45 ട്രെയിൻ ബുക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ എന്തായാലും അത് കിട്ടത്തില്ലല്ലോ. ഇനി അത് ക്യാൻസൽ ചെയ്തിട്ട് അത് കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു 4 മണിക്ക് ശേഷമുള്ളത് ബുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു അടിപൊളി സംഭവം ഉണ്ടായിരുന്നു. ഈ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ആണെന്ന് അറിയാൻ വേണ്ടി ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരും. അത് എത്ര നാളുകൊണ്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപാട് നാളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയായി. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ആ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് അടിപൊളി ബിരിയാണി കഴിച്ച് എനിക്കൊരാൾ റെഫർ ചെയ്തതാണ്. പുള്ളി പറഞ്ഞത് പാരഗണും റഹ്മത്തുമാണ് ഇവിടുത്തെ മെയിൻ ബിരിയാണി കഴിക്കാൻ പറ്റിയ ഹോട്ടൽ. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ശരിക്കും ഞാൻ എന്തിനാ കാലിക്കറ്റ് വന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമുക്കിവിടെ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈറ്റ് മീറ്റിങ്ങിന് വേണ്ടി വന്നോ. ട്രെയിൻ കയറിയിട്ട് ആകെ വലഞ്ഞ് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാൻ പറ്റാഞ്ഞേണ്ടി ഒക്കെ ക്ഷീണം കൊണ്ട് വല്ലാണ്ടായിപ്പോയി. എന്നെ കണ്ടാലറിയാലോ, അത്രയും ടയർഡാണ് ഞാൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് സൈറ്റിലെത്തേണ്ട ആവശ്യം കൊണ്ട്
അതൊന്നും നടന്നില്ല. അയ്യോ, ഒരു സെറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഇനി ഒരാളോട് വരാനുണ്ട്. പുള്ളിയായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വൈകിട്ടത്തെ ട്രെയിന് തിരിച്ച് കയറാൻ പറ്റുള്ളൂ. ശരിക്കും ടയർഡായിപ്പോയി കേട്ടോ. വെളുപ്പിനെ 3:30 എണ്ണീറ്റ് ഓടിപ്പടച്ച് 4:30 സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ ഡിലേ ആണെന്ന് അറിയുന്നത്. പിന്നെ കട്ട പോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്ന വഴിക്ക് പിടിച്ചിടുന്നു. അങ്ങനൊന്നും പറയണ്ട, ആകെ വലഞ്ഞ്. എന്തായാലും പുള്ളി എത്തി. പുള്ളിനെ കൂടെ മീറ്റ് ചെയ്തിട്ട് നമുക്കിനി തിരിച്ചു പോകുന്ന ഏത് ട്രെയിനാണ് ബാക്കി കാഴ്ചകൾ കാണാം. മിക്കവാറും തിരിച്ചു പോകുന്ന വീഡിയോ എടുക്കാൻ ചാൻസ് കുറവാണ്, കാരണം വന്ന റൂട്ട് തന്നെയല്ലേ തിരിച്ചു പോകുന്നത്. ഏത് സൈഡിലിരിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ആകെ ടയർഡാ, അതൊരു എനർജി ഇല്ലാത്ത. അപ്പോൾ ബൈ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളത്തേക്കുള്ള ട്രെയിൻ കയറി. ഇൻ്റർസിറ്റി സീറ്റില്ല. പിന്നെ ഞാൻ AC യിലേക്ക് കൺവെർട്ട് ചെയ്താലോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ AC യിലും സീറ്റില്ല. ജനറലിൽ കയറാൻ പറഞ്ഞു. അതിനകത്താണ് ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി എറണാകുളത്തേക്ക് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എറണാകുളത്തി ഇപ്പോൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. അവനെ കണ്ടിട്ട് നേരെ റൂമിൽ പോയി കിടന്ന് ചത്ത് കിടന്നൊരുറക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്ര തന്നെ. ഓക്കെ. ഇത് വന്ന് അതുൽ, ഷിനാസ്ക, അജയ്, ആൻഡ് ദിസ് ഇസ് അരുൺ, ഫെലിക്സ്, ആൻഡ് അവർ ഗൈ. ഇതാണ് ഇന്നത്തെ പരിപാടി. ഞങ്ങള് ഫുഡടി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സന്തോഷം, നല്ല നിമിഷം. ഹലോ ഗൈസ്, ഫിലിക്സ് ഹാവിംഗ് ഷാർജ. ഫിലിക്സ് റൈറ്റ്. ये कितना झूठ बोलता है यार. ये देखो, ये चोर है, चोर. ये चोर शिलोंग से आया. നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അടിപൊളിയാണ്.